ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഭൂമിശാസ്ത്ര വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രാഥമിക ശിലകൾ നമുക്കറിയാം, ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് 3 തരം ശിലകളാണ് അല്ലെ? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ. ഇതില് ഭൗമാന്തർ ഭാഗത്ത്, അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ശിലാദ്രവങ്ങൾ, മാഗ്മ, ലാവ ഇവയൊക്കെ പുറത്തു വന്നിട്ട് അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ഈ ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശില എന്ന് അറിയപ്പെടുന്നത്. ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശില എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രാഥമിക ശില ഏതാണ്? ആഗ്നേയ ശിലകളാണ്, അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് എന്ന് വെച്ചാൽ അഗ്നി എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം, ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലൈൻ എന്താണ്? ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ലൈനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഐസോഹൈറ്റ്, ഐസോഹാലൈൻ, ഐസോനെഫ്, ഐസോഹ്യൂം എന്നതാണ്. ഇതിൽ നമുക്ക് ഐസോഹാലൈൻ അല്ലെങ്കിൽ ഐസോഹലൈൻ എന്തായാലും അല്ല എന്ന് നമുക്കറിയാം അല്ലേ? ഹാലൈൻ എന്നത് എന്തായാലും ലവണാംശം അല്ലെങ്കിൽ സോൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ്, അപ്പോൾ അത് ഹാലൈൻ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐസോ ഹൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ക്ലൗഡ് കവർ ആയതുകൊണ്ട് സംശയം വന്നേക്കാം, തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ആൻസർ ഐസോ നെഫ് ആണ് കേട്ടോ. ഐസോ നെഫ് ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലൈനാണ് ഐസോ നെഫ് എന്ന് പറയുന്നത്. ഐസോ ഹൈറ്റ് അല്ലെങ്കിൽ ഐസോ ഹൈറ്റ്സ് എന്നത് ഒരു നിശ്ചിത കാലയളവിൽ തുല്യ അളവിലുള്ള മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് കേട്ടോ. മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹൈറ്റ് അല്ലെങ്കിൽ ഐസോ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഐസോ ഹാലൈൻ എന്താണ്? ഒരേ അളവിലുള്ള ലവണാംശമുള്ള മേഖലകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോ ഹാലൈൻ അല്ലെങ്കിൽ ഐസോ ഹാലിൻ എന്നത്. ഓക്കെ, ഐസോഹ്യൂമോ? ഐസോഹ്യൂമ് തുല്യ ആപേക്ഷിക ആർദ്രതയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്. ആപേക്ഷിക ആർദ്രതയാണ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ആപേക്ഷിക ആർദ്രതയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്നത് ഐസോഹ്യൂമാണ്. ഐസോനെഫ് നമ്മൾ പറഞ്ഞു ക്ലൗഡ് കവറാണ്. നെഫ് എന്നത് ക്ലൗഡ് കവറാണ്. ഹൈറ്റ് എന്താണ്? മഴയുടെ കാര്യമാണ് പറയുന്നത്. നിശ്ചിത കാലയളവിൽ തുല്യ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഹാലൈൻ സലൈനിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരേ അളവിൽ തുല്യ അളവിൽ ലവണാംശമുള്ള മേഖലകളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോ ഹാലൈൻ. താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ്? SCERT ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യം ആയതുകൊണ്ട് നമുക്ക് SCERT തന്നെ റെഫർ ചെയ്ത് പഠിക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നാമത്തേത് വാണിജ്യക്കാറ്റ്. വാണിജ്യക്കാറ്റ്, വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ്. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശുന്നുണ്ട്. ഇതാണ് വാണിജ്യവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഇത് കണ്ടോ, ഇവിടെ കൊടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഇത് ഇവിടെ ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കണ്ടോ പ്രവഹിക്കുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. അത് ക്ലിയർ ആണല്ലോ. അടുത്തത് വെസ്റ്റർലീസും ഈസ്റ്റർലീസും ആണ്. പിക്ചറൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചേ. പൂർവ്വവാദങ്ങളും പശ്ചിമവാദങ്ങളും, ഈസ്റ്റർലീസും വെസ്റ്റർലീസും. ആദ്യം പശ്ചിമവാദങ്ങൾ നോക്കുകയാണെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഇരു ധ്രുവങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നതാണ് ഏത്? പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് എന്നറിയപ്പെടുന്നത്. ഇനി പൂർവ്വവാദങ്ങൾ നോക്കുകയാണെങ്കിൽ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിലേക്ക്, രണ്ടും കിഴക്ക് നിന്നാണ് തുടങ്ങുന്നതെന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടത്? കോറിയോലിസിസ് ബലം കൊണ്ടാണ് കേട്ടോ. കോറിയോലിസിസ് ബലം കൊണ്ട് ഇരു ധ്രുവങ്ങളിലെയും അർദ്ധഗോളങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നാണ് കേട്ടോ ഈ ഒരു പൂർവ്വവാദം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ പൂർവ്വവാദം എവിടെയാണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിലേക്ക് വീശുന്നവയാണ്
എന്താണ് പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റർലീസ് എന്നറിയപ്പെടുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എന്താ തന്നിരിക്കുന്നത് നോക്കാം. പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിലാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. നമ്മൾ പിക്ചറിൽ കണ്ടതായിരുന്നു അല്ലേ? നോക്കിക്കേ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഇടയിലാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, ആ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവ പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു സെന്റൻസ് ആണിത്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. ശരിയോ തെറ്റോ എന്ന് പറഞ്ഞ് ചോദ്യം വന്നേക്കാം. ഒറ്റപ്പെട്ടത് ഏതും ചോദിക്കാം. ശരിയേത് തെറ്റേത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചേക്കാം. അപ്പോൾ എങ്ങനെയും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനപ്പെട്ടതാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തിലാണ് പശ്ചിമവാദങ്ങളുടെ ശക്തി കൂടുതലായിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലീസ് ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ, അതായത് ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയ വാദങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റർലീസ് എന്ന് അറിയപ്പെടുന്നത്. കോറിയോലിസിസ് ബലം കൊണ്ടാണ് ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്ന് പോളാർ ഈസ്റ്റർലീസ് വീശുന്നത്. ഓക്കെ, പോളാർ ഈസ്റ്റർലീസ് കിഴക്ക് നിന്നാണ് വീശുന്നത്. എന്തുകൊണ്ടാണ്? കോറിയോലിസിസ് ബലം കാരണമാണ്. ഇനി കാലികവാദങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് വിൻഡ്സ് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. എന്താണ് മൺസൂൺ? മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? കാലികവാദങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് വിൻഡ്സ്, അതായത് നിശ്ചിത ഇടവേളകളിൽ ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. അതിനുദാഹരണമാണ് മൺസൂൺ. ഇനി ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ്? സീസണൽ കാറ്റ് ഏതാണ്? താഴെ പറയുന്നതിൽ മൺസൂൺ ആണ് സീസണൽ കാറ്റ് അല്ലെങ്കിൽ സീസണൽ വിൻഡ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ. അടുത്തത്, ഇന്ത്യയിലെ ഹിമാലയത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഹിമാലയത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. നോക്കാം. ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതങ്ങളാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള പർവ്വതനിരയാണ് ശിവാലിക്. എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ് എന്നുമാണ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത്. ഹിമാലയത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പ്രധാനമായും നമ്മൾ പഠിക്കുന്ന ഒന്നാണ് എന്താണ്? യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ് ഹിമാലയം എന്നത്. യങ് ആണ്, അതുപോലെ ഫോൾഡ് മൗണ്ടെയിൻ ആണ്, മടക്കു പർവ്വതമാണ്, വളവുള്ള പർവ്വതമാണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഹിമാലയത്തിന്റെ 3 പർവ്വതനിരകളാണ്. ഗ്രേറ്റർ ഹിമാലയ എന്ന ഹിമാദ്രി, ലെസ്സർ ഹിമാലയ എന്ന ഹിമാചൽ, ഔട്ടർ ഹിമാലയ എന്ന സിവാലിക്. ഇതിൽ ഹിമാദ്രിയിൽ കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് പർവ്വതം. എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. എവറസ്റ്റ് പർവ്വതം മാത്രമല്ല, കാഞ്ചൻജംഗ, നംഗ പർവ്വതം തുടങ്ങിയ പർവ്വതനിരകളും ഹിമാദ്രിയിൽ തന്നെയാണ് കേട്ടോ കാണപ്പെടുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തെറ്റാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസും കട്ടായി പോകുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ആൻസർ ഇവിടെ ബി ആണ്. 1ഉം 2ഉം മാത്രം ശരി. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകാത്ത നദി? കിഴക്കോട്ട് ഒഴുകാത്ത നദിയാണ് ചോദിച്ചത്. കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളും കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കബനി,
ഭവാനി, പാമ്പാർ. അപ്പോൾ കിഴക്കോട്ട് ഒഴുകാത്ത നദി ഏതാണ്? പെരിയാറാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ, വെസ്റ്റർലീസ്, ഉയർന്ന ഉപഉഷ്ണ മേഖല, താഴ്ന്ന ഉപദ്രവം. വെസ്റ്റർലീസ് നമ്മൾ ഇപ്പൊ കണ്ടു അല്ലെ? അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വെസ്റ്റർലീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഇവിടെ നോക്കിക്കേ, വെസ്റ്റർലീസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ഭൂമധ്യരേഖയാണെന്ന് അറിയാം. 0 ഡിഗ്രി അക്ഷാംശമാണ് നമുക്കറിയാം. ഇവിടെ എത്രയാണ്? ഇവിടെ 30 ഡിഗ്രി നോർത്ത് അക്ഷാംശമാണ്, 30 ഡിഗ്രിയാണ്. അതുപോലെ താഴെ ഇവിടെ 30 ഡിഗ്രി സൗത്ത് ആണ് കേട്ടോ. മേലെ വരുമ്പോൾ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളുടെ സ്ഥലത്ത് വരുമ്പോൾ 60 ഡിഗ്രി അക്ഷാംശമാണ് വരുന്നത്. 60 ഡിഗ്രി നോർത്തും താഴെ 60 ഡിഗ്രി സൗത്തും ആണ്. ഇനി ധ്രുവീയ മേഖലകളിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി നോർത്ത് ആൻഡ് 90 ഡിഗ്രി സൗത്തും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്? പശ്ചിമവാദങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. പശ്ചിമവാദങ്ങൾ എവിടെയാണ്? പശ്ചിമവാദങ്ങൾ 30 ഡിഗ്രി അക്ഷാംശത്തിനും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിലാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് വരുന്നത് വെസ്റ്റർലീസിലാണ്. വെസ്റ്റർലീസ് കണക്റ്റഡ് ടു 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും അക്ഷാംശത്തിന് ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബി 3 കണക്ട് ചെയ്തിട്ടുള്ളത്. ബി 3 കണക്ട് ചെയ്തിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ബാക്കി നോക്കാം. ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ, അതായത് ITCZ എന്നത് 2 അർദ്ധഗോളങ്ങളിൽ നിന്നും അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല, ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ ITCZ, അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് അറിയപ്പെടുന്നു. അതായത് ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന ഈ ഒരു മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ് ITCZ എന്ന് ജനറലി പറയുന്നത്, അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. അപ്പോൾ ITCZ എന്താണെന്ന് നമ്മൾ കണ്ടു. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല കൂടി പഠിക്കാം. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നത്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി തന്നെ പതിക്കുന്നത് കൊണ്ട് ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് മാറ്റം സംഭവിക്കുന്നത്? ഇതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എങ്കിൽ അവിടെ ഈ ഒരു രേഖ കറക്റ്റ് ആയിട്ടായിരിക്കില്ല. മധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്തേക്ക് ഒരു 5 ഡിഗ്രി വരെയും വടക്ക് ഭാഗത്തേക്ക് ഒരു 5 ഡിഗ്രി വരെയുമുള്ള അക്ഷാംശങ്ങൾക്കിടയിലായിരിക്കും ഈ ഒരു മധ്യരേഖ ന്യൂനമർദ്ദ മേഖല കാണപ്പെടുന്നത്. ഓക്കെ ആണോ? മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല കാണുന്നത്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ വളരെ ദുർബലമാണ്. ഈ ഒരു ഏരിയയിൽ കാറ്റിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ കാറ്റുകൾ ദുർബലമാണ്. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്നതുകൊണ്ടുള്ള അർത്ഥത്തിലാണ് നീർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് ഈ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്നത്. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഡോൾഡ്രം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഓക്കെ ആണോ? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്ന പേരാണ് നീർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം. ഇനി ഇവിടെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അതുകൂടി നോക്കാം. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്കു കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലെ കാറ്റുകൾ ദുർബലമായിരുന്നതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യമായിരുന്നു. കപ്പലിന്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുന്നതു കൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നു. വെയിറ്റ് കുറയ്ക്കുന്നതിനായിട്ട് കപ്പലിൽ ഉണ്ടായിരുന്ന കുതിരകളെ കടലിലേക്ക് ഉപേക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വന്നത്. അപ്പൊ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുതിര അക്ഷാംശം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ എവിടെയാണ്? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോൾഡ്രം അല്ലെങ്കിൽ നീർവാത മേഖല. ഉയർന്ന ഉപോഷ്ണ മേഖലയാണ് കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത്. താഴ്ന്ന ഉപദ്രവമാണ് ഏത്? പോളാർ ഫ്രണ്ട്.
ഇനിയുള്ളത് പോളാർ ഫ്രണ്ട് ആണ്. പോളാർ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഈസിയാണ്. അതായത് നമ്മുടെ ധ്രുവങ്ങളിൽ 2 ധ്രുവ പ്രദേശത്ത് നിന്നും വീശുന്ന ശീതക്കാറ്റും ഉപോഷ്ണ മേഖലയിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റും തമ്മിൽ യോജിക്കുന്ന കൂട്ടിമുട്ടുന്ന മേഖലയാണ് പോളാർ ഫ്രണ്ട് എന്നറിയപ്പെടുന്നത്. അതായത് നമ്മൾ നേരത്തെ അക്ഷാംശം കണ്ടു, 0 ഡിഗ്രി അക്ഷാംശം, 30 ഡിഗ്രി അക്ഷാംശം, 60 ഡിഗ്രി അക്ഷാംശം, 90 ഡിഗ്രി അക്ഷാംശം കണ്ടു. ഇതില് 60 ഡിഗ്രി അക്ഷാംശത്തിൽ, ഏകദേശം 60 ഡിഗ്രി അക്ഷാംശത്തിൽ 2 ധ്രുവങ്ങളിലും നടക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ധ്രുവപ്രദേശത്തു നിന്ന് വീശുന്ന ശീതക്കാറ്റും ഉപോഷ്ണ മേഖലയിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റും തമ്മിൽ യോജിക്കുന്ന കൂട്ടിമുട്ടുന്ന മേഖലയാണ് ഏത്? പോളാർ ഫ്രണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ താഴ്ന്ന ഉപദ്രവമാണ് പോളാർ ഫ്രണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ സി ആണ് നമുക്ക് കിട്ടി. ഓക്കെ. ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് ഓൺ ഡോൾഡ്രം വെസ്റ്റർലീസ് 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന ഉപഉഷ്ണ താപമേഖല എന്നത് കുതിര അക്ഷാംശം. താഴ്ന്ന ഉപദ്രവം പോളാർ ഫ്രണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നതിന് കറുപ്പു നിറം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ജലാശയങ്ങൾ കാണിക്കുന്നതിന് സാധാരണയായി നീല നിറമല്ലേ കാണിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. SCRT-യിൽ ഭൂസവിശേഷതകൾ നിറം എന്നിങ്ങനെ ഒരു ടാബുലർ ഫോം തന്നിട്ട് നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലിഫോൺ ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ ഇവയെല്ലാം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറുപ്പ് നിറം ഉപയോഗിക്കുന്നത്. ഓക്കെ. കറുപ്പ് നിറം ഉപയോഗിക്കുന്നത് അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലിഗ്രാഫ് ടെലിഫോൺ ലൈനുകൾ, അതിർത്തി രേഖകൾ ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കറുപ്പ് നിറത്തിലാണ് കേട്ടോ. കറുപ്പ്. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ എല്ലാം തന്നെ നീല നിറത്തിലാണ്. എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങളെല്ലാം നീല നിറത്തിലാണ്. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ ഇവയെല്ലാം തന്നെ ഏത് നിറത്തിലാണ്? പച്ച. വനമാണല്ലോ, പച്ച നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. വനം, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എല്ലാം തന്നെ പച്ച നിറത്തിലാണ്. കൃഷിസ്ഥലങ്ങൾ ഏത് നിറത്തിലാണ്? കൃഷിസ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലാണ്. മഞ്ഞ നിറത്തിലാണ് കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നത്. തരിശുഭൂമി വെള്ള നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. തരിശുഭൂമി വെള്ള നിറം, കൃഷിസ്ഥലങ്ങൾ മഞ്ഞ നിറം. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, അതായത് ഈസ്റ്റിങ്സും നോർത്തിങ്സും അവയുടെ നമ്പറുകളും എല്ലാം തന്നെ ഗ്രിഡ് ലൈനുകൾ, പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ചുവപ്പ് നിറത്തിലാണ്. ചുവപ്പ് നിറത്തിലാണ്. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽ കൂനകളും മണൽ കുന്നുകളും സൂചിപ്പിക്കുന്നത് തവിട്ട് നിറത്തിലാണ്. ബ്രൗൺ ആണ്. തവിട്ട് നിറം. ഓക്കെ. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽ കൂനകളും മണൽ കുന്നുകളും എല്ലാം തവിട്ട് നിറത്തിൽ സൂചിപ്പിക്കുന്നു. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ എന്നിവയെല്ലാം ഏത് നിറത്തിലാണ്? ചുവപ്പ് നിറത്തിലാണ്. തരിശുഭൂമി വെള്ള നിറത്തിലും കൃഷിഭൂമികൾ മഞ്ഞ നിറത്തിലും സൂചിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. അതുപോലെ കൊടുത്തിട്ടുള്ള മറ്റൊന്നാണ് ഭൂസവിശേഷതകളും അവയുടെ അടയാളങ്ങളും. ഏതൊക്കെയാണ്? സസ്യജാലങ്ങൾ, പാർപ്പിടങ്ങൾ, കെട്ടിടങ്ങളും സ്മാരകങ്ങളും അതുപോലെ ഉയരത്തെ സൂചിപ്പിക്കുന്നത്. ഇവയുടെ എല്ലാം തന്നെ അടയാളങ്ങൾ നോക്കിക്കേ. സസ്യജാലങ്ങൾ, പുൽവർഗ്ഗങ്ങൾ, പനകൾ, സ്തൂപികാഗ്രവനങ്ങൾ, മുളകൾ, ഇടതൂർന്ന കാട്, റിസർവ് വനം കാണാൻ പറ്റുന്നില്ല. ഇതെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള അടയാളങ്ങളല്ലേ. അതുപോലെ പാർപ്പിടങ്ങൾ നോക്കിക്കേ. സ്ഥിരമായ വീട്, താൽക്കാലികമായ വീട്, കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ, വിസരിത വാസസ്ഥലങ്ങൾ, അവിടെവിടങ്ങളിലായിട്ട് മാത്രമേ ആൾക്കാരുടെ താമസം കാണുന്നുള്ളൂ. രേഖാകൃതിയിലുള്ള വാസസ്ഥലങ്ങൾ, കൃത്യമായിട്ടുള്ള രേഖയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള താമസ സ്ഥലങ്ങൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ സ്മാരകങ്ങളും കെട്ടിടങ്ങളും കോട്ടയെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ആകൃതിയിലാണ്. അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ശവകുടീരം, ശവപ്പറമ്പ് എന്നിവയൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിൻ്റെയും പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് തന്നെയാണ്. വളരെ ലളിതമായ രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി കൂടി നോക്കാം. റോഡ്, റെയിൽവേ, അതിർത്തി, ജലാശയങ്ങൾ എന്നിവയും തന്നിട്ടുണ്ട്. ജലാശയങ്ങളിൽ നോക്കിക്കേ. അരുവി,
നദി, വേലിയേറ്റ സ്വാധീനമുള്ള നദി, നീരുറവ, കിണർ, കുഴൽക്കിണർ. റെയിൽവേ പാതകൾ കണ്ടോ? റെയിൽവേ പാത ബ്രോഡ് ഗേജ്, റെയിൽവേ പാതയും റെയിൽവേ സ്റ്റേഷനും, റെയിൽവേ പാത മീറ്റർ ഗേജ്, ലെവൽ ക്രോസിംഗ്, റെയിൽവേ പാതയും പാലവും. കണ്ടോ? നല്ല ഈസി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ എൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി ഇവിടെ നോക്കിക്കേ, സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഡെറാഡൂൺ ആസ്ഥാനമായ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. എവിടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു? ഡെറാഡൂണിലാണ്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് 1:10 ലക്ഷം, 1:2,50,000, 1:50,000, 1:25,000 എന്നീ വിവിധ തോതുകളിൽ സർവേ ഓഫ് ഇന്ത്യ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ അല്ലെങ്കിൽ SOI മാപ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എത്ര തരമുണ്ട് നോക്കിക്കുക. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ തരത്തിലുള്ള മാപ്പുകൾ തയ്യാറാക്കുന്നുണ്ട്. വിവിധ തോതുകളിലാണ് സർവേ ഓഫ് ഇന്ത്യ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിൽ 1:50,000 എന്നത് 1:50,000 എന്ന തോതിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങൾ പ്രധാനമായിട്ടും പ്രതിരോധ സേനകൾക്ക് ഉപയോഗിക്കാൻ തക്ക നിലവാരമുള്ള ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളാണ് കേട്ടോ. 1:50,000 സ്കെയിലുള്ള ഭൂപടങ്ങൾ പ്രതിരോധ സേനകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, ടോപ്പോ ഷീറ്റ് ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങളെ കാണിക്കുന്ന നിറം നീലയാണ്. 1:50,000 സ്കെയിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന നിലവാരമുള്ള ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നത് പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളാണ്. ഈസി ആയിട്ടുള്ള പരമ്പരാഗതമായ ചിഹ്നങ്ങൾ കൊണ്ടാണ് ടോപ്പോ ഷീറ്റിൽ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ പ്രതിനിധീകരിക്കുന്നത്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? അപ്പൊ അത് ശരിയാണ്. ടോപ്പോ ഷീറ്റിന്റെ സ്കെയിൽ 1:2,50,000 മുതൽ 1:25,000 വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടു 1:10 ലക്ഷം വരെ കണ്ടിട്ടുണ്ട് അല്ലെ. 2,50,000 മുതലല്ല, 10 ലക്ഷം മുതലാണ്. അപ്പൊ ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഒന്നാമത്തേതും നാലാമത്തേതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ്. പ്രസ്താവന 1ഉം 4ഉം തെറ്റാണ്. B ആൻഡ് C ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ A ആണ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, പ്രസ്താവന പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പുറംതോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. അപ്പൊ മൊഹറോവിക് വിച്ഛേദനം എവിടെയാണെന്ന് നോക്കിയാൽ മതി. എവിടെയാണ് വരുന്നത്? അതായത് ക്രസ്റ്റ് വരുന്നു, പിന്നീട് മാൻഡിൽ അറിയപ്പെടുന്നു, പിന്നീട് വരുന്നതാണ് കോറിൽ ഇന്നർ കോറും ഉണ്ട്, ഔട്ടർ കോറും ഉണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഇതില് എവിടെയാണ് മൊഹറോവിക് വിച്ഛേദനം വരുന്നത്? മൊഹറോവിക് വിച്ഛേദനം കാണപ്പെടുന്നത് ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും അതിർത്തിയിലാണ്. ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും അതിർത്തിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അതിർവരമ്പാണ് മൊഹറോവിക് വിച്ഛിന്നത അല്ലെങ്കിൽ മൊഹറോവിക് വിച്ഛേദനം എന്ന് പറയുന്നത്. അപ്പോൾ ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിലാണ്. പുറന്തോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു എന്നത് ശരിയല്ലേ? അതെ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് കരുതി വായിക്കാതെ ഒന്നും ഇരിക്കരുത്, ഇത് മെൻഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, പുറന്തോട്, മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. പുറന്തോട്, മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്നാണ്. അസ്തനോസ്ഫിയർ എന്നല്ല, അപ്പൊ അത് തെറ്റാണ്. ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്? ഈ ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയുള്ളത്, അതായത്
ശിലാമണ്ഡലം ഏതാണ്? മുകളിലുള്ള പുറന്തോടും മുകളിലെ ആവരണവും ഈ ക്രസ്റ്റിനെയും മാൻഡിലിന്റെ ചെറിയൊരു ഭാഗത്തെയും കൂടെ ചേർത്തിട്ടാണ് എന്തായിട്ട് വിളിക്കുന്നത്? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും കൂടെ ചേർത്തിട്ടാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ഈ ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി കാണപ്പെടുന്ന ഒരു മേഖലയുണ്ട്. അതാണ് എസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ശരിയാണ്. പ്രസ്താവന എ ശരിയാണ്, ബി തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1 സവിശേഷതകളും പട്ടിക 2 അവയുടെ സ്ഥലങ്ങളും തന്നിട്ടുണ്ട്. നോക്കാം. ഇന്ത്യയുടെ ധാതു ഹൃദയ ഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. സിർക്കോണിയം അതവിടെ നിൽക്കട്ടെ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എവിടെയാണ്? നമുക്കറിയാം മുംബൈയിലാണ്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈ. ഓക്കെ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് നമുക്ക് SCERTയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. 10th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ആണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ടാബുലർ ഫോം തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന്. ഇതിലെ ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഭാഗം മാത്രം നോക്കാം. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. കുൾട്ടിംഗ്, ബർൺപൂർ, ഹീരാപൂർ എന്നിങ്ങനെ പശ്ചിമ ബംഗാളിലാണ് ഇസ്കോ സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ. ഇനി സിർക്കോണിയം കാണപ്പെടുന്നത് എവിടെയാണ്? കേരള തീരത്താണ്. സിർക്കോണിയം കേരള തീരത്ത് കാണപ്പെടുന്നു. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി അല്ലെങ്കിൽ ധാതുക്കളുടെ കലവറ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. 1 സിയുമായി കണക്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സിർക്കോണിയം കാണപ്പെടുന്നത് കേരള തീരത്തിലാണ്. സിർക്കോണിയം കാണപ്പെടുന്നത് എവിടെയാണ്? കേരള തീരത്താണ്. ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ധാതുവാണ് സിർക്കോണിയം. ഇനി ഇന്ത്യയുടെ കോട്ടണോപോളിസ് മുംബൈ ആണെന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദ്യപേപ്പറുകളിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് മുംബൈയിലാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാളിലും സ്ഥിതി ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത്, ദക്ഷിണാഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തൊഴുകുന്ന സമുദ്ര പ്രവാഹങ്ങൾ ഏത്? ദക്ഷിണാഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തൊഴുകുന്ന സമുദ്ര പ്രവാഹങ്ങളുടെ പേരാണ് ബെൻഗുല പ്രവാഹങ്ങൾ. ഓക്കെ. 10 ഡിഗ്രി ചാനൽ ഏത് ദ്വീപ സമൂഹങ്ങളെ 2 ഗ്രൂപ്പുകളായി വേർതിരിക്കുന്നു? 10 ഡിഗ്രി ചാനൽ അല്ലെങ്കിൽ 10 ഡിഗ്രി ചാനൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയാണ് 2 ദ്വീപ സമൂഹങ്ങളായിട്ട് വേർതിരിക്കുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അളകനന്ദ, ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിന്റെ പേര് എന്താണ്? അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിന്റെ പേര് ദേവപ്രയാഗ് എന്നാണ്. ദേവപ്രയാഗ്. മിതശീതോഷ്ണ പുൽമേടുകൾ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മിതശീതോഷ്ണ പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തര അമേരിക്കയിലാണ്. നോർത്ത് അമേരിക്കയിലാണ് മിതശീതോഷ്ണ പുൽമേടുകൾ കാണപ്പെടുന്നത്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിക്കുക. ലിസ്റ്റിന് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 പീക്കുകളും ലിസ്റ്റ് 2 അവയുടെ റേഞ്ചുകൾ. ഈ പീക്കിന്റെ റേഞ്ചുകളാണ് തന്നിട്ടുള്ളത്. പീക്ക് നോക്കാം. ധൂപ്ഘട്ട്, ഗുരുശിഖർ, ആനമുടി, ദൊഡ്ഡബേട്ടയാണ് തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് സദേൺ ഏരിയയിലുള്ള ആനമുടി ഉണ്ട്, ദൊഡ്ഡബേട്ട ഉണ്ട്. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ നീലഗിരിയും അണ്ണാമലയും ഉണ്ട്. ദൊഡ്ഡബേട്ട തമിഴ്നാട്ടിലെ ഹയസ്റ്റ് പീക്കാന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് അണ്ണാമലയാണോ എന്ന് സംശയം വന്നേക്കാം. ഭാഗ്യത്തിന് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. 4Dയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അത് പേടിക്കണ്ട. പിന്നെ ഉള്ളത് ദൊഡ്ഡബേട്ട നീലഗിരിയുമായി കണക്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. ഓക്കെ. വെസ്റ്റേൺ ഘട്ടിലെ നീലഗിരി കുന്നുകളിലാണ് ദൊഡ്ഡബേട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 4Aയുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റു 2 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കി നോക്കാം. ഇനിയുള്ളത് ആനമുടിയാണ്. ആനമുടി ഉറപ്പായിട്ടും അണ്ണാമലയിലായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആനമുടി അണ്ണാമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ധൂപ്ഘട്ടും ഗുരുശിഖറും ആണുള്ളത്. ധൂപ്ഘട്ട് എന്നത് മധ്യപ്രദേശിലെ മഹാഡിയോ ഹിൽസിലുള്ള
സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഘട്ട് എന്നത്. ധൂപ്ഘട്ട് മധ്യപ്രദേശിലാണ്. ഇനിയുള്ളത് ഗുരുശിഖറാണ്. ഗുരുശിഖർ മൗണ്ട് ഗുരുശിഖർ എന്നറിയപ്പെടുന്നു. രാജസ്ഥാനിലെ ആരവല്ലിയിലാണ്. നമുക്ക് ആരവല്ലി മാത്രമേ ബാക്കിയുള്ളൂ. രാജസ്ഥാനിലെ ആരവല്ലി നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. ആരവല്ലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. സത്പുര പർവ്വത നിരയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഘട്ട്. എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഗുരുശിഖർ ഉള്ളത് രാജസ്ഥാനിലാണ്. ആനമുടി അണ്ണാമലയിലും ദൊഡ്ഡംപേട്ട നീലഗിരിയിലുമാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലും, കേരളത്തിലെ ഇടുക്കി ജില്ലയിലും, ദൊഡ്ഡംപേട്ട തമിഴ്നാടുമാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഡിസംബറിൽ പെറു തീരത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു ചൂടുള്ള സമുദ്ര പ്രവാഹം ഏതാണ്? ഡിസംബർ സമയങ്ങളിൽ പെറുവിന്റെ തീരത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെറു ചൂടുള്ള സമുദ്ര പ്രവാഹമാണ് എൽ നിനോ എന്നത്. എൽ നിനോ. ഭൂകമ്പ തരംഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നൽകിയിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരി? സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. എല്ലാ ഭൂകമ്പ തരംഗങ്ങളുടെ ഏറ്റവും വലിയ ദൂരം ഉപരിതല തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ഭൂകമ്പ തരംഗങ്ങളുടെ ഏറ്റവും വലിയ ദൂരം ഉപരിതല തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഉപരിതല തരംഗങ്ങൾ എന്ന് വെച്ചാൽ സർഫസ് വേവ്സ് എന്നാണ്. സർഫസ് വേവ്സ് ലോങ് പീരിയഡ് വേവ്സ്, അതായത് എൽ വേവ്സ് എന്നറിയപ്പെടുന്നു. ലോങ് പീരിയഡ് വേവ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ലോങ് പീരിയഡ് വേവ്സ് എന്ന പേരിൽ തന്നെ മനസ്സിലാവും ഏറ്റവും വലിയ ദൂരം കവർ ചെയ്യുന്നത് ഉപരിതല തരംഗങ്ങളാണ്, അല്ലെങ്കിൽ സർഫസ് വേവ്സ് ആണ്. ഇവയാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വേവ്സ് ആണ് ഈ ഉപരിതല തരംഗങ്ങൾ. ഇവയാണ് ഏറ്റവും കൂടുതൽ കമ്പനം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, പി തരംഗങ്ങൾ ഖരവസ്തുക്കളിലൂടെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു. പി തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി വേവ്സ് ഖരവസ്തുക്കളിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. പൊതുവെ നമ്മൾ രണ്ട് തരം തരംഗങ്ങളാണ് പഠിക്കുന്നത്, പി വേവ്സും എസ് വേവ്സും. പ്രൈമറി വേവും അതുപോലെ സെക്കൻഡറി വേവും. ഇതിൽ പി വേവ് അല്ലെങ്കിൽ പ്രൈമറി വേവ് ഫാസ്റ്റർ ആണ്. അത് മാത്രമല്ല സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും വാതകങ്ങളിലൂടെ ഗ്യാസസിലൂടെയും കടന്നു പോകാനായിട്ട് കഴിവുള്ളവയും പി വേവ്സ് ആണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. അതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഖരവസ്തുക്കളിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ടാണ്. പി വേവുകളുടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് ഖരവസ്തുക്കളിലാണ്. രണ്ടാമതായിട്ട് ദ്രാവകങ്ങളിലും മൂന്നാമതായിട്ടാണ് വാതകങ്ങളും വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എസ് തരംഗങ്ങൾക്ക് ഖര ദ്രാവക മാധ്യമങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു പി വേവ്സ് ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും കടന്നു പോകുന്നു. എന്നാൽ എസ് വേവ്സ് കുറച്ച് സ്ലോവർ ആണ്. സെക്കൻഡറി വേവ്സ് ആണ് എസ് വേവ്സ്. കുറച്ച് സ്ലോവർ ആയിട്ടുള്ള വേവ്സ് ആണ്. ഇവയ്ക്ക് ആകെ ഖരത്തിലൂടെ മാത്രമേ, ഖരവസ്തുക്കളിലൂടെ മാത്രമേ കടന്നു പോകാനായിട്ട് കഴിയുള്ളൂ. ദ്രാവകങ്ങളിലൂടെ സാധ്യമല്ല. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ സി തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ബി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കോസ്ട്രിൻ ഡിപ്പോസിറ്റിന്റെ പേര് എന്താണ്? ലാക്കോസ്ട്രിൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സെഡിമെന്ററി ലെയർ ആണ്. ഈ ഒരു തടാക താഴ്വരകളിലൊക്കെ, ഇപ്പൊ ലേക്കിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഫോം ചെയ്യപ്പെടുന്ന സെഡിമെന്ററി ഡിപ്പോസിറ്റുകളുടെ ലെയർ ആണ് ഈ ലാക്കോസ്ട്രിൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കോസ്ട്രിൻ ഡിപ്പോസിറ്റിന്റെ പേരാണ് കരേവ എന്നത്. കരേവ. ഓക്കെ ആണോ? കേരളത്തിലെ ഏത് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട്. ഖസാക്ക്, ധോണിയൊക്കെ പാലക്കാട് കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ധോണി വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായ അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നല്ല ധാന്യങ്ങളെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതാണ്? നല്ല ധാന്യങ്ങൾ എന്നാൽ ഫൈൻ ഗ്രെയിൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? മില്ലറ്റ്സ് കുറച്ച് സൈസ് കുറഞ്ഞതാണ്. ഫൈൻ ഗ്രെയിൻസ് എന്നാൽ സീരിയൽസ്, ഇപ്പൊ അരി, ഗോതമ്പ് പോലെയുള്ളതൊക്കെ ഫൈൻ ഗ്രെയിൻസ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ അരി, ഗോതമ്പ് തന്നെയാണ് തന്നിട്ടുള്ളത്. അരി, ഗോതമ്പ് എന്നിവ ഫൈൻ ഗ്രെയിൻസ് ആണ്, അതായത് സീരിയൽസ് ആണ്.
ജോവർ, ബജ്ര, ചോളം, റാഗി ഇവയൊക്കെ മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ കോഴ്സ് ഗ്രെയിൻസ് എന്ന് പറയും. കുറച്ചും കൂടെ സൈസ് വ്യത്യാസമുള്ള ധാന്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അരി, ഗോതമ്പു ആണ് ഫൈൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഊഷ്മള പ്രവാഹങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? ഉഷ്ണപ്രവാഹങ്ങളായിരിക്കും ഉദ്ദേശിച്ചത്. വാം കറൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. വാം കറൻസും കോൾഡ് കറൻസും, ശീതജല പ്രവാഹങ്ങളും ഉഷ്ണജല പ്രവാഹങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഗൾഫ് സ്ട്രീം കറണ്ട് എന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഉഷ്ണജല പ്രവാഹം തന്നെയാണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഓക്കെ, അടുത്തതൊന്ന് കണ്ടോ, കാനറീസ് കറണ്ട് ഒരു ശീതജല പ്രവാഹമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തത് തെറ്റാണ്. കാനറീസ് കറണ്ട് എന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ള രണ്ടെണ്ണം ഉഷ്ണജല പ്രവാഹമാണെങ്കിൽ അത് ശരിയാവുള്ളൂ. അപ്പോൾ കാനറീസ് ഒരു ശീതജല പ്രവാഹവും ഗൾഫ് സ്ട്രീം കറണ്ട് ഒരു ഉഷ്ണജല പ്രവാഹവുമാണ്. ഇവ രണ്ടും തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അടുത്തത്, അപ്പൊ ഒന്നാമത്തെ എന്തായാലും ക്യാൻസൽ ആയി. അപ്പോൾ ഓപ്ഷൻ എയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് അഗുൽഹാസ് കറണ്ടും ഒയേഷിയോ കറണ്ടും. അഗുൽഹാസ് കറണ്ട് ഉഷ്ണജല പ്രവാഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് അഗുൽഹാസ് കറണ്ട് എന്നത്. ഒയേഷിയോ കറണ്ട് എന്നത് പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ് ഒയേഷിയോ കറണ്ട് എന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റി. നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്തകൂടി നോക്കാം. കുറോഷിയോ കറണ്ടും ബ്രസീലിയൻ കറണ്ടും. കുറോഷിയോ കറണ്ട് എന്നത് പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹവും ബ്രസീലിയൻ കറണ്ട് എന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹവുമാണ്. അപ്പോൾ ഉഷ്ണജല പ്രവാഹം തന്നിട്ടുള്ളത് കുറേഷ്യോ കറണ്ടും ബ്രസീലിയൻ കറണ്ടുമായിട്ട് മൂന്നാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? നമ്മൾ തൊട്ടു മുന്നേ കരേവാസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കണ്ടിരുന്നു. കാശ്മീരിൽ കാണപ്പെടുന്നത് ഏതാണ് എന്ന്. അത് കരേവാസ് ആയിരുന്നു. അപ്പൊ ഇവിടെ തിരിച്ചു തന്നിട്ടുണ്ട്. ഹിമാചൽ, ഉത്തരാഞ്ചൽ ഹിമാലയം, കാശ്മീരും വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം. ഏതാണ്? കാശ്മീരാണ്. അപ്പോൾ രണ്ടാമത്തേതാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ കാശ്മീരും വടക്കു പടിഞ്ഞാറൻ ഹിമാലയവുമാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിന്റെ ഒരു ചെറിയ കാലയളവാണ് സെയ്ദ് എന്നത്. റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം മാത്രം ആരംഭിക്കുന്ന വിളവെടുപ്പിന്റെ ഒരു ചെറിയ കാലയളവാണ് സെയ്ദ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഖാരിഫ് സീസൺ പ്രധാനമായും തെക്കു പടിഞ്ഞാറൻ മൺസൂണുമായി ഒത്തുപോകുന്നു. ഖാരിഫ് സീസൺ പ്രധാനമായും തെക്കു പടിഞ്ഞാറൻ മൺസൂണുമായി ഒത്തുപോകുന്നു എന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആ മുകളിൽ തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് തരം പാറകളാണ് അവയുടെ ഉദാഹരണവുമായി ശരിയായി പൊരുത്തപ്പെടുന്നത്? ആഗ്നേയശില, അവസാദശില, രൂപാന്തര ശിലകൾ, അതായത് കായാന്തരിക ശിലകൾ. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് എന്നത്. ശരിയായിട്ട് തന്നെയാണ് യോജിപ്പിച്ചിട്ടുള്ളത്. അവസാദശില സ്ലേറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. സ്ലേറ്റ് ഒരു കായാന്തരിക ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ അത് തെറ്റാണ് കേട്ടോ. അവസാദശിലയ്ക്ക് ഉദാഹരണം പറയണമെങ്കിൽ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് എന്നിവയൊക്കെയാണ്. അപ്പൊ രണ്ടാമത്തേത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് രൂപാന്തര ശിലകൾ അല്ലെങ്കിൽ കായാന്തരിക ശിലകൾ. മാർബിൾ ഒരു ഉദാഹരണമാണ്. മാർബിൾ, സ്ലേറ്റ് എന്നിവയൊക്കെ കായാന്തരിക ശിലയ്ക്ക് അല്ലെങ്കിൽ രൂപാന്തര ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ട് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വ്യത്യസ്ത സ്കെയിലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ വലിയ സ്കെയിലിനെ അടിസ്ഥാനമാക്കി ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. അപ്പൊ വലിയ ഷീറ്റ് ഏതാണോ അതാണ് ആദ്യം കൊടുക്കേണ്ടത്. നമുക്ക് SCRT നോക്കാതെ നമ്മൾ കുറച്ചു മുന്നേ ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് ധരാതലീയ ഭൂപടവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള തോതുകളാണ്, മാപ്പ് തയ്യാറാക്കുമ്പോഴുള്ള തോതുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
1:10,00,000, 1:2,250,000, 1:50,000, 1:25,000 എന്നിങ്ങനെയുള്ള പല വിധത്തിലുള്ള തോതുകൾ സർവേ ഓഫ് ഇന്ത്യ അടിസ്ഥാനമാക്കിക്കൊണ്ട് ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നു. ഓക്കെ, അതിൽ 1:10,00,000 എന്ന തോതിലുള്ളവ മില്യൺ ഷീറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. നമുക്കറിയാം ഇതാണ് ഏറ്റവും വലിയ തോത്. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? മില്യൺ ഷീറ്റുകളാണ്. അതേ തുടർന്ന് ഓരോ ഷീറ്റിനെയും, ആ ഒരു മില്യൺ ഷീറ്റിനെ 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതാണ് ഡിഗ്രി ഷീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെയും പിന്നീട് 16 ഷീറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് തരംതിരിച്ച് വരുന്നുണ്ട്. ഇനി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, നമുക്കറിയാം ആദ്യം മില്യൺ ഷീറ്റാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ എല്ലാത്തിലും മില്യൺ ഷീറ്റ് തന്നെയാണ്. മില്യൺ ഷീറ്റിനെ 16ഓളം ഡിഗ്രി ഷീറ്റുകളായിട്ട് തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഡിഗ്രി ഷീറ്റ് രണ്ടാമത് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡിഗ്രി ഷീറ്റിനെ പിന്നീട് ക്വാഡ്രന്റ് ഷീറ്റുകളായിട്ടും അതിനെ തുടർന്ന് 15 മിനിറ്റ് ഷീറ്റുകളായിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരളത്തിലെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അവയുടെ സ്ഥാനവും താഴെ കൊടുക്കുന്നു. താഴെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് പട്ടികയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വ്യവസായവും സ്ഥലവുമാണ് പട്ടിക 1ലും 2ലുമായിട്ട് തന്നിട്ടുള്ളത്. നോക്കാം. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചവറയിൽ സ്ഥിതി ചെയ്യുന്നു. ചവറ, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചവറയിൽ സ്ഥിതി ചെയ്യുന്നു. ട്രാവൻകൂർ സിമന്റ് ലിമിറ്റഡ് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ട്രാവൻകൂർ സിമന്റ് ലിമിറ്റഡ് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്നു. കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു. കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് എന്നത് തിരുവനന്തപുരത്തും സ്ഥിതി ചെയ്യുന്നു. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് തിരുവനന്തപുരത്തും കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് കണ്ണൂരിലുമാണ്. രണ്ട് ദിക്കിലായിട്ടാണുള്ളത്. രണ്ട് ക്ലേ പ്രൊഡക്റ്റ് ആണെങ്കിലും രണ്ട് ദിക്കിലായിട്ടാണുള്ളത്. ട്രാവൻകൂർ സിമന്റ് ലിമിറ്റഡ് എന്നത് കോട്ടയത്തും ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചവറയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1ൽ നദികളും പട്ടിക 2ൽ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വാക്കുകളും തന്നിട്ടുണ്ട്. നോക്കാം. ചനാബ്, ചമ്പൽ, ബ്രഹ്മപുത്ര, നർമ്മദ. പട്ടിക 2ൽ തന്നിരിക്കുന്നു സാങ്പോ, ദുവാന്തർ വെള്ളച്ചാട്ടം, ബാരാലച്ച പാസ്, ബാഡ് ലാൻഡ് ഭൂപ്രകൃതി എന്നത്. ബാഡ് ലാൻഡ് ഭൂപ്രകൃതി. ഇതില് സാങ്പോ, നമുക്കറിയാം ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. അപ്പോൾ ബ്രഹ്മപുത്ര സാങ്പോയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. C1ആയിട്ടുള്ള ഓപ്ഷൻസ് 2 ഉള്ളൂ. അപ്പോൾ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കി നോക്കാം. ചനാബ് അല്ലെങ്കിൽ ചിനാബ് നദി എന്നത് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് നദി. എവിടെയാണ് ഉദ്ഭവസ്ഥാനം? ചിനാബ് നദിയുടെ ഉദ്ഭവസ്ഥാനമാണ് ഹിമാലയത്തിലെ ബാരാലച്ചാല പാസിലാണ് ചിനാബ് നദിയുടെ ഉദ്ഭവം. അപ്പോൾ ഓപ്ഷൻ എ 3യുമായിട്ട് കണക്റ്റഡ് ആയി. ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. ചമ്പൽ റിവർ, ഈ ചമ്പൽ നദി ഒഴുകുന്നത് ചമ്പൽ റവൈൻ എന്നറിയപ്പെടുന്ന ഒരു നിഷ്ഫല ഭൂപ്രദേശത്താണ്. അതായത് ചമ്പൽ റവൈൻ എന്നറിയപ്പെടുന്ന ഒരു ബാഡ് ലാൻഡ് ഭൂപ്രകൃതിയിലൂടെയാണ് ചമ്പൽ നദി ഒഴുകുന്നത്. അപ്പോൾ ചമ്പൽ ബാഡ് ലാൻഡ് ഭൂപ്രകൃതി. ഇനി നർമ്മദയാണ്. നർമ്മദ നദി ജബൽപൂരിനടുത്ത് സൃഷ്ടിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ്. നർമ്മദ നദിയിലെ വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതൊരു അസേർഷൻ റീസൺ ആണ് ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. നോക്കാം. അസേർഷൻ: ഗൾഫ് പ്രവാഹം ലാബ്രഡോർ വൈദ്യുതധാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന മൂടൽ മഞ്ഞ് ഉണ്ടാക്കുന്നു. ചൂട് പ്രവാഹങ്ങൾ തണുത്ത വൈദ്യുതധാരയുമായി ചേരുമ്പോൾ താപനിലയുടെ വിപരീതം സംഭവിക്കുന്നു എന്നാണ് റീസൺ തന്നിട്ടുള്ളത്. ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ, ഗൾഫ് പ്രവാഹം ലാബ്രഡോർ വൈദ്യുതധാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന മൂടൽ മഞ്ഞ് ഉണ്ടാക്കുന്നു. അതിന് കാരണം ചൂട് പ്രവാഹങ്ങൾ തണുത്ത വൈദ്യുതധാരയുമായി ചേരുമ്പോൾ താപനിലയുടെ വിപരീതം സംഭവിക്കുന്നു എന്നതാണ്. ഇത് ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അസേർഷനും ശരിയാണ്, അതിന്റെ റീസണും കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എ, ആർ എന്നിവ ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ചോദ്യങ്ങൾ നമുക്ക്
ഇതുപോലെ തന്നെ സോൾവ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.